യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും തമ്മിൽ നടത്തിയ ചർച്ചയിൽ കാര്യമായ വഴിത്തിരിവുണ്ടായില്ല. സമാധാന കരാറിന് വളരെ അടുത്തെത്തിയെന്നും എന്നാൽ ഇനിയും തടസ്സങ്ങൾ അവശേഷിക്കുന്നുണ്ട് എന്നും ഇന്നലെ ഫ്ലോറിഡയിൽ 3 മണിക്കൂറോളം നീണ്ട ചർച്ചയ്ക്ക് ശേഷം ഇരുവരും വ്യക്തമാക്കി. യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് നേരത്തെ 20 സമാധാന പദ്ധതി അവതരിപ്പിച്ചിരുന്നു. യൂറോപ്പും ഉക്രൈനും സംയുക്തമായി ഭേദഗതികൾ വരുത്തിയ ഇതിന്റെ പുതിയ പതിപ്പ് ചർച്ചയായി. കരാറിലെ 90% വ്യവസ്ഥകളിലും ധാരണയായെന്ന് സെലൻസ്കി പറയുന്നു. ഭാവിയിൽ റഷ്യൻ ആക്രമണം ആവർത്തിക്കാതിരിക്കാൻ 15 വർഷത്തേക്ക് സുരക്ഷാ ഗ്യാരണ്ടി യു.എസ്. വാഗ്ദാനം ചെയ്തെന്നും വ്യക്തമാക്കി. 50 വർഷത്തെ സുരക്ഷാ ഗ്യാരണ്ടികളാണ് സെലൻസ്കി ആവശ്യപ്പെട്ടത്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാമർ, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ തുടങ്ങിയ യൂറോപ്യൻ നേതാക്കളുമായി ഇരുവരും വെർച്വലായി സംസാരിച്ചു. തുടർ നടപടികൾക്കായി യുക്രൈൻ യു.എസ്. ഉദ്യോഗസ്ഥർ അടുത്തയാഴ്ച യോഗം ചേരും. ജനുവരിയിൽ വാഷിംഗ്ടണിൽ സെലൻസ്കിയെയും യൂറോപ്യൻ നേതാക്കളെയും പങ്കെടുപ്പിച്ച് സമാധാന ചർച്ച നടത്താമെന്നും ട്രംപ് നിർദ്ദേശിച്ചു. എന്നാൽ ഡോൺബോസിൽ പിടിമുറുക്കിയിരിക്കുകയാണ് റഷ്യ. റഷ്യയുടെ നിയന്ത്രണത്തിലുള്ള യുക്രൈനിലെ ഡോൺബോസ് പ്രദേശത്തെയും സെപ്പോറീഷ്യ ആണവ നിലയത്തെയും ചൊല്ലി ഭിന്നത തുടരുകയാണ്. ഡോൺബോസ് വിട്ടുകൊടുക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് റഷ്യ. യുക്രൈന്റെ ഭാഗത്ത് വിട്ടുവീഴ്ച വേണമെന്ന് ട്രംപ് ആവർത്തിക്കുന്നു. കൂടുതൽ പ്രദേശങ്ങൾ യുക്രൈന് നഷ്ടപ്പെടുമെന്നും മുന്നറിയിപ്പുണ്ട്. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ കരാറിലെത്താൻ കഴിഞ്ഞേക്കാമെന്നാണ് ട്രംപ് പറയുന്നത്. എന്നാൽ വഴിത്തിരിവ് ഒരിക്കലും ഉണ്ടാകാതിരിക്കാനും സാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി. താൽക്കാലികമായി വെടിനിർത്തൽ ഉണ്ടാകില്ല. ഏതൊരു സമാധാന കരാറിനും യുക്രൈൻ ജനതയുടെ അംഗീകാരം വേണമെന്നും ഇതിനായി രാജ്യത്ത് ഹിതപരിശോധന വേണമെന്നും സെലൻസ്കി പറഞ്ഞു. ഹിതപരിശോധനയ്ക്ക് 60 ദിവസത്തെ വെടിനിർത്തൽ സെലൻസ്കി ആവശ്യപ്പെട്ടു. എന്നാൽ താൽക്കാലിക വെടിനിർത്തൽ റഷ്യ തള്ളുകയാണ് ചെയ്തത്. പുടിന്റെ വസതിക്ക് നേരെ യുക്രൈന്റെ ആക്രമണം ഉണ്ടായി. എന്നാൽ അത് നുണയാണെന്നാണ് സെലൻസ്കി പറയുന്നത്. യുക്രൈനിൽ നിന്നുള്ള 91 ദീർഘദൂര ഡ്രോണുകൾ നോവ്ഗോറോഡ് മേഖലയിലെ പുടിന്റെ ഔദ്യോഗിക വസതിയെ ലക്ഷ്യമാക്കിയെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലവ്റോവ് പറഞ്ഞു. എല്ലാ ഡ്രോണുകളെയും റഷ്യൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തെന്നും ആളപായമോ നാശനഷ്ടങ്ങളോ ഇല്ലെന്നും ലാവ്റോവ് വ്യക്തമാക്കി. സംഭവ സമയം പുടിൻ വസതിയിലുണ്ടായിരുന്നോ എന്ന് വ്യക്തമല്ല. ഉടൻ തിരിച്ചടി നൽകുമെന്ന് ലാവ്റോവ് മുന്നറിയിപ്പ് നൽകി. അതേസമയം ആരോപണം പൂർണ്ണമായും നുണയാണെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പ്രതികരിച്ചു. യുക്രൈന് നേരെയുള്ള ആക്രമണങ്ങളെ ന്യായീകരിക്കാൻ റഷ്യ കഥകൾ കെട്ടിച്ചമയ്ക്കുകയാണെന്നും സമാധാന ചർച്ചകൾക്ക് തുരങ്കം വെക്കാൻ ശ്രമിക്കുകയാണ് അവരുടെ ലക്ഷ്യമെന്നും സെലൻസ്കി കൂട്ടിച്ചേർത്തു. അതേസമയം വടക്കൻ റഷ്യയിലെ തന്റെ വസതി ആക്രമിക്കാൻ ഉക്രൈൻ ശ്രമിച്ചതായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തന്നോട് പറഞ്ഞതായി യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. എനിക്കത് ഇഷ്ടമല്ല, അത് നല്ലതല്ല. ഇന്ന് പ്രസിഡന്റ് പുടിനിൽ നിന്നാണ് ഞാൻ ഇതിനെക്കുറിച്ച് അറിഞ്ഞത്. എനിക്കതിൽ വളരെ ദേഷ്യം തോന്നി. ഇത് വളരെ സൂക്ഷ്മമായ ഒരു കാലഘട്ടമാണ്. ശരിയായ സമയമല്ല. അദ്ദേഹത്തിന്റെ വീട് ആക്രമിക്കുന്നതൊന്നും ചെയ്യാൻ ഇത് ശരിയായ സമയമല്ല എന്നും ട്രംപ് പറഞ്ഞു. അത്തരമൊരു ആക്രമണത്തിന് എന്തെങ്കിലും തെളിവുണ്ടോ എന്ന ചോദ്യത്തിന് നമുക്കത് കണ്ടെത്താമെന്നാണ് അദ്ദേഹം മറുപടി നൽകിയത്. തിങ്കളാഴ്ച പുടിനുമായി തന്റെ ഫോൺ സംഭാഷണത്തെ വളരെ നല്ല സംഭാഷണം എന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളിൽ വളരെ ബുദ്ധിമുട്ടുള്ള ചില വിഷയങ്ങൾ ഉൾപ്പെട്ടിരുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വ്ളാഡിമിർ പുടിന്റെ വസതി ആക്രമിക്കാൻ ഉക്രൈൻ ശ്രമിച്ചതായി റഷ്യ ആരോപിക്കുകയും പ്രതികാരം ചെയ്യുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഈ അവകാശവാദത്തിന് തെളിവുകളൊന്നും നൽകിയതുമില്ല. എന്നാൽ കീവ് ഈ അവകാശവാദം അടിസ്ഥാനരഹിതമാണെന്നും പ്രയാസകരമായ സമാധാന ചർച്ചകൾ വഴിതെറ്റിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണെന്നും പറഞ്ഞു.